ഹലോ, ഇന്നത്തേത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട്. ആൻഡ് ഈ ഡേ ഇൻ മൈ ലൈഫിന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ തലേ ദിവസം രാത്രി മുതൽ അടുത്ത ദിവസം രാത്രി വരെയുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. രാത്രി തന്നെ ബെഡൊക്കെ വിരിച്ചിട്ടിട്ടുണ്ട്. മോർണിംഗ് ഒരു 7 AM ഒക്കെ ആയപ്പോൾ ഞാൻ എഴുന്നേറ്റിട്ടുണ്ട്. ഇപ്പം എല്ലായിടത്തും മഴയാണ്, അതുകൊണ്ട് പണ്ടത്തെ പോലെ നമ്മുടെ മുറിയിലേക്ക് സൺലൈറ്റ് ഒന്നും വരാറില്ല. പക്ഷെ കുഴപ്പമില്ല, നമുക്കൊരു കോസി വൈബിൽ ഈ വീഡിയോ എടുക്കാം. പിന്നെ ഒരു ഹാപ്പി ന്യൂസ് ഉള്ളത്, എനിക്ക് TCSൽ പ്ലേസ്മെൻ്റ് ആയിട്ടുണ്ടായിരുന്നു. ജോയിനിങ് ലെറ്റർ വരാൻ ഒരു 4 months ഒക്കെ എടുക്കും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ആ ടൈമിൽ തീരുമാനിക്കും ജോയിൻ ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ. സാധാരണ രാവിലെ എണീക്കുമ്പോൾ എപ്പോഴും മഴയായിരിക്കും. പക്ഷെ ഇന്നെന്താണെന്നറിയില്ല, കുറച്ചൊക്കെ വെയിലൊക്കെ വന്നിട്ടുണ്ട്. ടേബിളിൽ വെക്കാൻ മേടിച്ച ഓർഗനൈസറും ഞാനിപ്പോൾ കോസ്മെറ്റിക്സ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വെക്കാനായിട്ടോ ഉപയോഗിക്കണേ. ആൻഡ് ഒരു ഫേസ് വാഷൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എത്ര കാലമായിന്നറിയോ ഇതുപോലത്തെ സൺലൈറ്റ് ഒക്കെ കണ്ടിട്ട്. എന്തായാലും ഈ കുറച്ച് ഭാഗ്യമുണ്ട്, വീഡിയോ എടുക്കുന്ന ദിവസം തന്നെ കുറച്ച് വെയിലൊക്കെ കിട്ടിയല്ലോ. അത് കഴിഞ്ഞ് ചായ എടുത്തുകൊണ്ട് പുറത്ത് പോയിരുന്നു. പുറത്ത് നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു. കാറ്റൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നി അടുത്ത മഴ പെയ്യാനുള്ള പരിപാടിയാണെന്ന്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ ഇങ്ങനെ കുറച്ച് പലഹാരങ്ങളൊക്കെ കഴിച്ചിട്ട് അത് കംപ്ലീറ്റ് ചെയ്തു. ഞാൻ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു. 1 മണിക്കൂർ മുന്നെയാണ് നല്ല വെയിൽ കണ്ടത്, ഇപ്പോൾ അതേ ഭയങ്കര മഴ. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഒന്ന് ടൗൺ വരെ പോകാനുണ്ടായിരുന്നു, അപ്പം അതിനൊക്കെ വേണ്ടി റെഡി ആവുകയാണ്. കുറച്ച് വെയിൽ കണ്ടപ്പോൾ ഒരു സമാധാനമായിരുന്നു, പുറത്തിറങ്ങുമ്പോൾ മഴ ഉണ്ടാവുമല്ലോ എന്ന്. എവിടെ റെഡി ആയി തുടങ്ങിയപ്പോഴേക്കും മഴ തുടങ്ങി. പിന്നെ കുറച്ച് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ചെയ്യുമോയെന്ന്. ഞാൻ ഓൾറെഡി അതിനുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ചു. എനിക്കല്ല കേട്ടോ, എൻ്റെ സിസ്റ്ററിനാണ്. അപ്പോൾ ഇന്ന് പോകുമ്പോൾ 1-2 സാധനങ്ങളൊക്കെ മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പോയി വന്നിട്ട് എല്ലാം ഒരുമിച്ച് കാണിച്ചു തരാം. സോ നമ്മുടെ ലുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ പുറത്തേക്ക് പോകാൻ പോണത്. പോയപ്പോൾ കുറച്ച് കടയിലൊക്കെ കയറിയായിരുന്നു, പക്ഷെ അവിടെ വെച്ച് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ തിരിച്ച് വന്നപ്പോൾ ബസ്സിൽ കയറിയ വീഡിയോ മാത്രമേ ഞാൻ ഷൂട്ട് ചെയ്തോളൂ കേട്ടോ. ഇനി നമുക്ക് ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് കാണാം. ആദ്യം തന്നെ ഇതുപോലത്തെ ഒരു ടേപ്പാണ് മേടിച്ചത്. എസ്തെറ്റിക് ആയിട്ടുള്ള ക്യൂട്ട് ടേപ്പുകളൊക്കെ ഞാൻ നോക്കി, പക്ഷെ അവിടെ അതുണ്ടായില്ല. പിന്നെ ഈ ഒരു ബുക്ക് മേടിച്ചു. ഇത് ജേർണലിങ്ങിന് വേണ്ടി മേടിച്ചതാണ്. ഞാൻ ഓൾറെഡി ജേർണലിങ് ചെയ്യുന്നൊരു ബുക്ക് ഉണ്ട്, പക്ഷേ എനിക്ക് ഈ വരയിടാത്ത ബുക്ക് മേടിക്കണം എന്നൊരാഗ്രഹം വന്നപ്പോൾ ഞാൻ അത് മേടിച്ചു. പിന്നെ എൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ജൂൺ 4-ാം തീയതി. അപ്പോൾ ആ ക്ലാസ്സിൽ പോകാനും ഒരു 5 നോട്ട്ബുക്ക് മേടിച്ചു. പിന്നെ ഇതെൻ്റെ അനിയത്തിയുടെ കേട്ടോ ഇനി കാണിക്കുന്ന സാധനങ്ങളൊക്കെ. അവളുടെ ഒരു ബോക്സാണ് ഇത്. കഴിഞ്ഞ പ്രാവശ്യം ലുലുമാളിൽ പോയപ്പോൾ മേടിച്ചതാണ്. അവൾ 10th-ലേക്കാണ്. സോ അവൾക്കൊരു ഇൻസ്ട്രുമെൻറ്റ് ബോക്സൊക്കെ മേടിച്ചിട്ടുണ്ട്. എല്ലാ വർഷവും മേടിക്കും. വർഷാവസാനം ആകുമ്പോഴേക്കും അവളത് കാണാതാക്കും, പിന്നെയും മേടിക്കും. ഇതൊക്കെ തന്നെയായിരുന്നു. എനിക്ക് ആകപ്പാടെ 1-2 ഇൻസ്ട്രുമെൻറ്റ് ബോക്സൊക്കെ ആയിട്ട് മേടിച്ചിട്ടുള്ളൂ. പിന്നെ ഒരു അപ്സര പെൻസിൽ, സാധാ വാട്ടർ ബോട്ടിൽ, പൊതിയണ പേപ്പർ, ഇതൊക്കെയാണ്. നമ്മൾ അങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നും മേടിച്ചിട്ടില്ല കേട്ടോ. പിന്നെ പറയാനായിട്ട് എനിക്കൊരു ടോട്ട് ബാഗ് മേടിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് നാളായി ഞാൻ കരുതുന്നു ഒരു ടോട്ട് ബാഗ് മേടിക്കണമെന്ന്. അപ്പോൾ ഇന്ന് പോയപ്പോൾ അത് മേടിച്ചോണ്ട് വന്നു. നിങ്ങൾ ആ ഫ്രെയിമിലേക്കൊന്ന് നോക്കൂ, എല്ലാം ബ്ലൂ കളറ്. എൻ്റെ ബെഡ്ഷീറ്റ്, എൻ്റെ പഴയ ബാഗ്, പുതിയ ബാഗ് ഒക്കെ ഒരു ബ്ലൂ ഷെയ്ഡാണ്. വീഡിയോ എടുത്തപ്പോൾ ഞാൻ അങ്ങനെ ഒന്നും വിചാരിച്ചെടുത്തല്ല കേട്ടോ, പക്ഷെ ഞാൻ എഡിറ്റ് ചെയ്ത് നോക്കുമ്പോൾ അതേ എല്ലാം ബ്ലൂ. അപ്പോൾ എൻ്റെ കയ്യിലൊരു ബ്ലൂ പ്രോ ക്ലിപ്പ് ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ അതും ചുമ്മാ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്താ പറയുക, ഇപ്പം എല്ലാം ഒരു ബ്ലൂ മയം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പുറത്തത്തെ മഴയൊക്കെ ഒന്ന് കൂടിയപ്പോൾ ഞാൻ ജനലെല്ലാം അടച്ചിട്ടു കേട്ടോ. പുറത്ത് നല്ല മഴയും നല്ല തണുപ്പും. അപ്പോൾ ഈ തണുപ്പത്ത് നല്ല തണുത്ത വെള്ളത്തിൽ കുളിച്ചാൽ എങ്ങനെ ഇരിക്കും? അപ്പോൾ ഞാൻ കുളിക്കാൻ പോവുകയാണ്.
അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു. ഇനി ചെറിയൊരു സ്കിൻ കെയർ ആണ്. മോയ്സ്ചറൈസർ മാത്രമേ ഇടാൻ ഇട്ട് കൊടുക്കാറുള്ളൂ. അങ്ങനെ വലിയ സ്കിൻ കെയർ ഒന്നും എനിക്കില്ല. ഞെക്കിയപ്പോഴാ ഒരുപാടായിട്ട് വന്ന് കണ്ടോ, ഭയങ്കര ഷേപ്പിലൊക്കെ ആട്ടോ വന്നേക്കണേ. കുളിയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് നേരം ബുക്ക് വായിക്കാം. ലാമ്പിൻ്റെ പൊസിഷൻ നിങ്ങൾ നോക്കണ്ട കേട്ടോ, അത് ഇടക്കിടക്ക് മാറിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ ഇവിടെ വയ്ക്കും, ചിലപ്പോൾ ടേബിളിൽ വയ്ക്കും. ഇപ്പം സമയം ഏകദേശം ഒരു സന്ധ്യയൊക്കെയാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ ബുക്ക് വായിക്കാൻ നല്ല രസമാണ്. അപ്പോൾ ബുക്ക് വായിക്കുന്നതിൻ്റെ കൂടെ കോഫിയും കൂടെ ഉണ്ടാക്കിയിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ബീൻ ബാഗ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ വീഡിയോ ഒക്കെ എടുത്ത് ചെയ്യുന്നതുകൊണ്ട് തന്നെ കോഫിയുടെ ചൂടൊക്കെ ആറി ഇപ്പോൾ തണുത്തിട്ടുണ്ട്. പക്ഷേ കോഫി തണുത്താലും കോൾഡ് കോഫി ആയിട്ട് കുടിക്കാവുന്നുള്ളതുകൊണ്ട് കുഴപ്പമില്ല. ടു കിൽ എ മോക്കിംഗ് ബേർഡ് എന്ന് പറയുന്ന ഹാർപ്പർ ലീയുടെ ബുക്കാണ് ഞാൻ വായിക്കാൻ പോണത്. ബുക്കിനെ കുറിച്ച് പറയാനാണെങ്കിൽ കുറച്ചുകൂടെ സിമ്പിളായിട്ടുള്ള ലാംഗ്വേജ് ആയതുകൊണ്ട് നമുക്ക് നല്ലപോലെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. സാധാരണ ഇതിന് മുമ്പ് ഞാൻ വായിച്ച പ്രൈഡ് ആൻഡ് പ്രിജുഡൈസ് എന്ന് പറയുന്ന ബുക്ക് കുറച്ച് മനസ്സിലാക്കി എടുക്കാൻ ഇച്ചിരി പാടുണ്ടായിരുന്നു. കാരണം ഞാൻ അങ്ങനെ വായിക്കുന്ന ഒരാളല്ലാത്തതുകൊണ്ട്. പക്ഷേ ഇത് നല്ല സിമ്പിളായിട്ടൊക്കെ തോന്നി. പിന്നെ കുറേ പേജസൊക്കെ വായിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ നിർത്തിയിട്ടുണ്ട്. ഇന്ന് പോയപ്പോൾ ഞാൻ പുതിയൊരു ജേർണലിംഗ് ബുക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. ജേർണലിംഗ് ബുക്ക് എന്നൊക്കെ പറയാൻ പറ്റുമെന്ന് അറിയില്ല, പക്ഷെ കണ്ടപ്പോൾ എനിക്ക് അത്യാവശ്യം അഫോർഡബിളായിട്ടും തോന്നി. കാണാനൊരു ഭംഗിയൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ പുറം ഭാഗമൊക്കെ നല്ല രസമാണ് കാണാൻ. ഒരു വിൻറ്റേജ് വൈബിലാണ് ഇവർ ഇതിൻ്റെ ഇൻട്രോ ഒക്കെ കൊടുത്തേക്കണത്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ തന്നെ നല്ലൊരു രസം തോന്നി. ഇതിൻ്റെ ആദ്യത്തെ 1-2 ബ്ലാങ്ക് പേജസൊക്കെ ഒരു ബ്രൗൺ തീമിലാണ്. പിന്നെ വരുന്നതൊക്കെ വൈറ്റ് കളറിലാണ്. ഞാൻ ഇതിന് മുമ്പേ 1-2 ഫോട്ടോസ് വരച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കറക്റ്റ് ആവാത്തതുകൊണ്ട് ഞാനത് കീറിക്കളഞ്ഞു. പിന്നെ ആണ് ഇത് രണ്ടും വരച്ചത്. ഞാൻ വരച്ച വീഡിയോ എടുക്കാതിരുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് നല്ല ടൈം എടുത്ത് പതുക്കെ വരയ്ക്കണം. വീഡിയോ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തീർക്കാൻ തോന്നും. അപ്പോൾ അതുകൊണ്ട് പടം വരയ്ക്കണ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ ബാക്കി ഡെക്കറേഷൻസൊക്കെ കാണിച്ചു തരാം. ഞാൻ സാധാരണ ജേർണലിങ് ചെയ്യുന്നത് എപ്പോഴും പേപ്പറൊക്കെ കട്ട് ചെയ്ത് ഒട്ടിച്ചിട്ടൊക്കെയാണ്. പക്ഷെ ഇനി മുതൽ ഈ ഒരു തീം മാറ്റി പിടിക്കാൻ വേണ്ടി പോവാണ്. വേറൊന്നുമല്ല, പടമൊക്കെ വരച്ച് 1-2 സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിക്കും. പക്ഷെ കൂടുതലും വരച്ചിട്ട് ജേർണലിങ് ചെയ്യാമെന്നാണ് കരുതുന്നത്. എനിക്കെന്തോ അങ്ങനെ ചെയ്യണമെന്ന് തോന്നി. ആ ഡേറ്റ് എഴുതിയേക്കുന്ന സ്ഥലത്ത് ആ ഗോൾഡൻ കളറ് വളരെ ലൈറ്റായിട്ട് അടിച്ചു കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ്. പിന്നെ ഈ ഒരു പേപ്പറിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നല്ല ലൈറ്റ് പേപ്പറാണ്. അപ്പോൾ വാട്ടർ കളർ വന്നു കഴിഞ്ഞാൽ കീറിപ്പോകുന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ലാണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ആ പിക്ചറായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓരോ സൈഡിൽ എഴുതി കൊടുക്കുന്നുണ്ട്. ഒന്നാമത്തേൽ കോഫിന്നും, മറ്റേതിൽ ഒരു ക്യാറ്റ് വിൻഡോൻ്റെ പുറത്തേക്ക് മഴ നോക്കിയിരിക്കുന്നതായിട്ടാണ് ഞാൻ വരച്ചേക്കണത്. അപ്പോൾ അതുകൊണ്ട് അവിടെ റെയിനി ഡേയ്സ് എന്നും ഇപ്പുറത്ത് കോഫിന്നും എഴുതി കൊടുത്തു. പിന്നെ ഞാൻ കുറച്ച് കളറൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി റെയിനി ഡേയ്സും പിന്നെ കോഫി ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എസ്സേ എഴുതുവാണ്. എന്നുവെച്ചാൽ ജേർണലിങ് ചെയ്യുവാണ്. അപ്പോൾ എഴുതുമ്പോൾ ഞാനിങ്ങനെ ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒട്ടും സ്ഥലമില്ലാതെ നല്ല അടുപ്പിച്ച് എഴുതണമെന്ന്. അപ്പോൾ അങ്ങനെ എഴുതി കഴിയുമ്പോൾ അവസാനം കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഇത്തവണത്തെ ജേർണലിങ് ചെയ്യാറ്. സാധാരണ എപ്പോഴും നമ്മൾ മിനിമലായിട്ടാണ് എഴുതുന്നതെങ്കിൽ ഇത്തവണ നല്ല ഫുള്ളായിട്ട് കംപ്ലീറ്റ് ഇങ്ങനെ കവർ ചെയ്യുന്ന രീതിയിൽ എഴുതി കൊടുക്കുന്നു.
അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് അത് എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. സാധാരണ ഞാൻ ഇങ്ങനെ ചെയ്യാത്തതുകൊണ്ട് നല്ല ഡിഫറെൻ്റ് ആയിട്ടൊക്കെ തോന്നി. അപ്പോൾ ഇങ്ങനെയാട്ടോ നമ്മുടെ ജേർണലിങ് വരുന്നത്. എങ്ങനെയുണ്ട്? കമൻറ്റ് ചെയ്യൂ കേട്ടോ. നല്ലതാണോ? എന്തെങ്കിലും വെറൈറ്റി കാര്യങ്ങളൊക്കെ കൊണ്ടുവരണമെങ്കിൽ നിങ്ങളുടെ സജഷൻസൊക്കെ പറയാം. അപ്പോൾ നമ്മുടെ ജേർണലിങ് കഴിഞ്ഞു. ഇന്നത്തെ വീഡിയോയും ഏകദേശം എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.